ഒന്ന് വൈബടിക്കാൻ വേണ്ടി പുറത്ത് പോയേന് ഇത്രയും പാർട്ട് ഓഫ് ഷോർട്ട് വീഡിയോസ് ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഫുൾ പവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്സ് ഇട്ടിട്ടും തീരുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം ഔട്ട്ഫിറ്റും നമ്മുടെ ഔട്ടിംഗ് വിശേഷങ്ങളും കുറച്ച് റിപ്പീറ്റേഷൻ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എടുത്തു വെച്ച വിഷ്വൽസ് ഒന്നും അങ്ങ് ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ലെന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് എഡിറ്റ് ചെയ്തിടാന്ന്. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ ഒരുമിച്ചാണെങ്കിലും ജംഗ്ഷനിലെത്തിയപ്പോൾ സച്ചു എനിക്കൊരു ഓട്ടോ പിടിച്ച് തന്നിട്ട് ആളുടെ പാട്ടിന് പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സച്ചു സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ആർമിയിലേക്ക് ജോബ് കിട്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പോൾ സച്ചുവിന് ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതിൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 എക്സാം ഒരുമിച്ചാണ് ആശാൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല ബിസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, ലുലുവിൽ തന്നെ. ഓരോരോ സമയത്ത് നമുക്ക് ഓരോരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നത് ഡ്രസ്സസിനോടാണ് കേട്ടോ. മിക്കവാറും ഞാൻ ജീൻസും ടോപ്പുമാണ്. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊക്കെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഫ്രോക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാ ഒരു കൈയില്ലാത്ത ഈ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷോപ്പ് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ ഇഷ്ടം പോലെ ഫ്രോക്സിന് കളക്ഷൻസ് ഉണ്ട്. കുറച്ച് പ്രൈസി ആണെങ്കിൽ കൂടിയും. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ താഴ്ഭാഗത്ത് ഒരു വലിയ സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒരു അപാകത തോന്നി. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ കുറച്ച് ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇയറിങ്സും ഫിംഗർ റിങ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാംഗ്ലൂരിലെ ചേച്ചിയുടെ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു പരാതി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം തിരക്കിനിടയിലാണെങ്കിലും ഒന്ന് പോയിട്ട് വരണം. സോ അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഫോൺ കോളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്നത് മാക്സിലാണ്. എനിക്ക് ആക്ച്വലി മാക്സിൽ ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറച്ചെണ്ണം ട്രൈ ചെയ്തു. 2 കുർത്തയും പിന്നെ ഒരു ഡ്രസ്സൊക്കെ നോക്കി. അതിനകത്ത് ആ ഗ്രീൻ വണ്ണാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരമായപ്പോൾ സച്ചുതായ എക്സാമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സച്ചുവിനൊരു ഹെയർ കട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സച്ചു ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മിനിസോലായിരുന്നു എൻ്റെ സമയം ഞാൻ ചിലവഴിച്ചത്. കുറച്ച് സമയത്തേക്ക് വേണ്ടി നമ്മൾ കറങ്ങാൻ പോയതിൻ്റെ ഒരു ലോഡ് വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ബോറടിപ്പിക്കില്ല. പുതിയ വിശേഷമൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.